എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. വായനാദിന ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? ഉത്തരം 2004 ജൂൺ 19. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യൻ നഗരം? ഉത്തരം കോഴിക്കോട്. വായനാ വാരമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം എല്ലാ വർഷവും ജൂൺ 19 മുതൽ ജൂൺ 25 വരെ. നിലവിലെ ശ്രേഷ്ഠ ഭാഷകളുടെ എണ്ണം എത്ര? ഉത്തരം 11. ആദ്യമായി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏതാണ്? ഉത്തരം തമിഴ്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? ഉത്തരം കെ സച്ചിദാനന്ദൻ. 2024 കേരള ജ്യോതി പുരസ്കാര ജേതാവ്? ഉത്തരം പ്രൊഫസർ MK സാനു. ആദ്യ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കായിരുന്നു? ഉത്തരം MT വാസുദേവൻ നായർ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? ഉത്തരം NS മാധവൻ. ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? ഉത്തരം ശൂരനാട് കുഞ്ഞമ്പിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആരാണ്? ഉത്തരം ബാലാമണി അമ്മ. 2024 വയലാർ അവാർഡ് ലഭിച്ചതാർക്ക്? ഉത്തരം അശോകൻ ചെരുവിൽ. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടുകളിൽ യാത്രയ്ക്കിടെ പുസ്തകങ്ങൾ വായിക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം പുസ്തകത്തോണി. ലോക മാതൃഭാഷാ ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 21. MTക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം? ഉത്തരം 2025. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം PN പണിക്കർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം JC ഡാനിയേൽ. ചെമ്മീൻ, കയർ എന്നീ നോവലുകൾ എഴുതിയതാര്? ഉത്തരം തകഴി ശിവശങ്കരപ്പിള്ള. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന ചെറുകഥയുടെ രചയിതാവ് ആര്? ഉത്തരം T പത്മനാഭൻ. ഗാന്ധിജിയുടെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിൽ എഴുതിയത് ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള.
മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏത്? ഉത്തരം വീണപൂവ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്? ഉത്തരം കുമാരനാശാൻ. മലയാളത്തിലെ ആദ്യ കളർ ചലച്ചിത്രം ഏത്? ഉത്തരം കണ്ടം വെച്ച കോട്ട്. 2025 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏത്? ഉത്തരം അനോറ. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം ആരുടെ വരികൾ? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നീർമാതളം പൂത്ത കാലം എന്ന കൃതി എഴുതിയത്? ഉത്തരം മാധവിക്കുട്ടി. PN പണിക്കർ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേരെന്ത്? ഉത്തരം സനാതനധർമ്മം. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ? ഉത്തരം VV അയ്യപ്പൻ. ഖസാക്കിൻ്റെ ഇതിഹാസം ആരുടെ രചനയാണ്? ഉത്തരം OV വിജയൻ. മലയാള ലിപി ആദ്യമായി അച്ചടിക്കപ്പെട്ട ഗ്രന്ഥമേത്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വരിക വരിക സഹചരേ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആര്? ഉത്തരം അംഷി നാരായണപിള്ള. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ.